ടാർ വീപ്പയിൽ നിന്നും പൊട്ടിയൊലിച്ച ടാറിൽ മുങ്ങിക്കുളിച്ച് അനങ്ങാനാകാതെ 8 പട്ടിക്കുഞ്ഞുങ്ങൾ. എങ്ങനെ രക്ഷിക്കണമെന്നറിയാതെ ചുറ്റിലും ഓടി നടന്ന് ദയനീയമായി കരഞ്ഞ് തള്ളപ്പട്ടി. മലപ്പുറം തിരൂരിൽ നിന്നാണ് കരളലിയിക്കുന്ന ഈ കാഴ്ച. എട്ട് നായക്കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളമാണ് ടാറിൽ കുടുങ്ങിക്കിടന്നത്. തിരൂർ നഗരത്തിലെ ആംബുലൻസ് ഡ്രൈവർമാരാണ് നായക്കുഞ്ഞുങ്ങളെ ടാറിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഇതിനിടയിൽ ഒരു തവണ പോലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. പുലർച്ചെ 3 മണിയോടെ അമ്മ നായയുടെ കരച്ചിൽ കേട്ടാണ് തിരൂർ ആംബുലൻസ് ഡ്രൈവർമാർ ടാറിൽ കുടുങ്ങിക്കിടക്കുന്ന നായക്കുഞ്ഞുങ്ങളെ കണ്ടത്. നായക്കുഞ്ഞുങ്ങൾ പൂർണ്ണമായും ടാറിൽ മുങ്ങിയ നിലയിലായിരുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഇവിടെ ഞങ്ങൾ നെയ്റ്റോടുന്ന ആംബുലൻസുകാർ ഇതിൻ്റെ കരച്ചിൽ കേട്ട് തള്ള 2-3 പ്രാവശ്യം പുറത്തു വന്നു. അപ്പോൾ എന്ത് പ്രശ്നം എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഇവർ ഉറക്കലുമാണ്, ഓട്ടം പോയി വന്നവരാണ്. അവർക്ക് അത്ര പുലർച്ചെ വന്ന് നോക്കുമ്പോൾ ഇവർ കാര്യങ്ങൾ കണ്ടു, 1-2 പേര് കാര്യങ്ങൾ കണ്ടു. അങ്ങനെ ഇരിക്കെ ഇതിനെ അവർ കുറച്ച് എന്തൊക്കെ കൂട്ടി അവരെ വേർതിരിച്ച് മാറ്റി നിർത്തി. പിന്നെയാണ് കാലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച്, ഞാൻ ആംബുലൻസിലെ ഡ്രൈവറാണ്, തിരുവല്ല ഒരു മൃഗസ്നേഹിയാണ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഇവരൊക്കെ. എന്ത് സംഭവത്തിനും ഒരുമിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ഏകദേശം 3 പേര് ആക്റ്റീവാണ്, അതിൽ 8 പേരാണുള്ളത്. 3 പേര് ആക്റ്റീവാണ്. പിന്നെ ഇതിനെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഹ്യൂമൻ സൊസൈറ്റിയുടെ അവർ വന്നിട്ട് തള്ളനെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകും. രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിൽ 3 പേര് ഇപ്പോൾ ഏകദേശം വില്ലിംഗ് ആണ്. ഇനി ബാക്കി വരുന്ന 5 പേരും ഇപ്പം ടയർഡായി കിടക്കുകയാണ്, ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജീവന് വേണ്ടി പട്ടിക്കുഞ്ഞുങ്ങൾ കരയുന്ന ദയനീയ കാഴ്ച കണ്ടുനിന്നവരിൽ നൊമ്പര കാഴ്ചയായി. പിന്നീട് ഓയിലിട്ട് നായയുടെ ശരീരത്തിൽ പറ്റിയ ടാറുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമമായി. പ്രാണന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കി അമ്മപ്പട്ടിയും സമീപത്തുണ്ടായിരുന്നു. ഇടയ്ക്ക് ജീവൻ നിലനിർത്താൻ ഡ്രൈവർമാർ കുപ്പിപ്പാലും നൽകി. നഗരസഭാ കാര്യാലയത്തിന് തൊട്ടുമുമ്പിൽ ഇങ്ങനെയൊരു ദാരുണ കാഴ്ച ഉണ്ടായിട്ടും ഒരാളും ഇങ്ങോട്ട് വന്നു നോക്കിയതുപോലുമില്ല. വെറ്ററിനറി ഡോക്ടർ വന്ന് കാഴ്ചക്കാരായി മടങ്ങിപ്പോയി. പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ കൈവശം മരുന്ന് കൊടുത്തുവിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണലിന്റെ പ്രവർത്തകരെത്തിയാണ് നായക്കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ടാർ നീക്കം ചെയ്തത്. ഏതായാലും ഈ ദയനീയ കാഴ്ചയ്ക്ക് സാക്ഷികളാകേണ്ടി വന്നതിന്റെ സങ്കടത്തിലാണ് നാട്ടുകാർ.